10 മിനിറ്റിൽ രാവിലെ ചോറായി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിലുള്ള ഒരു കാര്യമാണല്ലേ. ഗ്യാസും ലാഭിക്കാൻ പറ്റും, സമയവും ലാഭിക്കാൻ പറ്റും. ഈ രണ്ട് കാര്യവും വളരെ യൂസ്ഫുൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് ഞാൻ ഇതിനെ പറ്റിയിട്ടും അതേപോലെ കുറേ വേറെ നല്ല ടിപ്സ് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആൻഡ്രിയാസ് വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കില്ല എന്ന് വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ 10 മിനിറ്റിൽ അരി ഉണ്ടാക്കാനായിട്ട് ഞാനിതാ ചോറ് വെക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ അരി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് പൊന്നി അരിയാണ്. നിങ്ങൾ ഏത് അരിയാണോ എടുക്കുന്നത് ആ ഒരു അരി എടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ പൊന്നി തന്നെ ഒരുപാട് തരം പൊന്നി കാണും. ഇപ്പം ഞാൻ ഇത് ഗായത്രി പൊന്നിയാണ്, മദർ പൊന്നി, അങ്ങനെ കുറേ ടൈപ്പ് പൊന്നി ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് 3 പ്രാവശ്യം ഒന്ന് വാഷ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വാഷ് ചെയ്യാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ കുറേ ഇപ്പോൾ കീടനാശിനിയൊക്കെ അടിച്ചിട്ട് വരുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിതൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് നല്ല രീതിയിൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്താൽ അതിൽ കുറച്ചും കൂടെ നല്ലതാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ അരി വേവിക്കാനായിട്ട് ഞാനൊരു വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അത് നിങ്ങൾ അരി വേവിക്കുന്ന ഏതെങ്കിലും ഒരു പാത്രം എടുത്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുക്കറിൻ്റെ താഴെ ഭാഗമില്ല, അത് വിചാരിച്ചിട്ട് കുക്കറിൽ വിസിലടിക്കലല്ല കേട്ടോ ഇത്. അപ്പോൾ കുക്കറിൻ്റെ താഴെ ഭാഗം എടുത്താൽ മതി. അപ്പോൾ നമ്മൾ അടപ്പ് തിരഞ്ഞ് കഷ്ടപ്പെടേണ്ടി വരില്ല. വേറെ ഇതിന് വേണ്ടി അടപ്പും കാര്യങ്ങളും ഒന്നും നോക്കേണ്ടി വരില്ല. ആ വെള്ളം ചൂടാവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതിനുശേഷം ഞാൻ ഇതിലോട്ട് വാഷ് ചെയ്ത് വെച്ചിട്ടുള്ള അരി ഇട്ട് കൊടുക്കുവാണേ. ഇതൊന്ന് അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുക എന്ന് പറയുമ്പോൾ സാധാ ഒരു അടപ്പ് വെച്ചിട്ട് അടച്ചാൽ മതി. കാരണം ഈ ഒരു വെള്ളം ആദ്യം ഒന്ന് തിളച്ചു വരണമല്ലോ. അപ്പം ഞാൻ ഫ്ലെയിം എല്ലാം ഫുൾ ഫ്ലെയിമിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. തിളയ്ക്കുന്നത് വരെ നമ്മൾ ആ ഫുൾ ഫ്ലെയിം തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ സാധാ നിങ്ങൾക്ക് അടപ്പാണെന്നുണ്ടെങ്കിൽ അത് അടച്ചാൽ മതി. എൻ്റെ അടുത്ത് ഇപ്പോൾ ഇത് ഒരു ടൈപ്പ് കുക്കറാണ്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും വട്ടത്തിൽ വലിയൊരു പ്ലേറ്റ് വെക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു വെറുതെ അടയ്ക്കാനായിട്ടാണ്. ഒരിക്കലും വിചാരിക്കരുത് ഇത് കുക്കറിൻ്റെ അടപ്പ ആയതുകൊണ്ട് വിസിലടിക്കുകയാണെന്ന്. ഇത് വെറുതെ ഞാൻ ഈ പാത്രത്തിൽ കൊള്ളുന്ന ഒരു അടപ്പ് വെച്ചു എന്നേ ഉള്ളൂ. നിങ്ങൾ സാധാ ഒരു പ്ലേറ്റ് വെച്ചിട്ട് അടച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിനുശേഷം നമുക്കിത് തിളച്ച് പൊങ്ങി വരുന്ന സമയത്ത് മാത്രം മാറ്റിയാൽ മതി. അതുവരെ ഇതൊന്ന് തിളയ്ക്കട്ടെ. ഒരു 5 മിനിറ്റിൽ ഇത് തിളയ്ക്കൂ കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ അരി തിളച്ചിട്ടുണ്ട്. ഇതേപോലെ ഒരു സൗണ്ട് കേൾക്കൂട്ടോ. അപ്പോൾ നമ്മളിതാ ഇതേപോലെ ഇങ്ങനെ പൊക്കിയിട്ട് ഈ ഒരു സൈഡിൽ തന്നെ, ഈ ഒരു സൈഡിൽ തന്നെ ഇതിനൊരു ഹാൻഡിൽ ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ സൈഡിൽ തന്നെ ഈ ഒരു അടപ്പിരിക്കും. അപ്പോൾ ഇതിങ്ങനെ പൊക്കി നമ്മൾ വെക്കുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ തുളുമ്പി ഇത് താഴെ പോവാതിരിക്കാൻ, നമ്മുടെ സ്റ്റവ് ക്ലീൻ ചെയ്യേണ്ടി വരില്ല. ഇങ്ങനെ നമ്മൾ ഒന്ന് തുറന്നു വെച്ച് കഴിഞ്ഞാൽ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെയും നമ്മൾ ലോ ഫ്ലെയിമിലാക്കിയിട്ടില്ല. ഒരു 5 to 8 മിനിറ്റ് വരെ ഈ ഒരു അരി ഇതേപോലെ തന്നെ ഒന്ന് വെക്കുക. കാരണം ഫുൾ ഫ്ലെയിമിലാണേ വെക്കുന്നത്. ഒരിക്കലും അത് ലോ ഫ്ലെയിമിലോട്ട് മാറ്റണ്ട. അപ്പോൾ കാരണം പൊങ്ങിപ്പോവില്ല. ഇത് അടപ്പ് ഇങ്ങനെ ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ അരി പൊങ്ങിപ്പോവില്ല. അപ്പോൾ അത് പേടിക്കാനില്ല. അതുകൊണ്ട് തന്നെ ഫുൾ ഫ്ലെയിമിലും വെക്കണം കേട്ടോ. അപ്പോൾ ഒരു 5 to 8 മിനിറ്റിൻ്റെ ഉള്ളിൽ ഇതൊരു 3/4 വേവ് ആയിട്ടുണ്ടായിരിക്കും. 3/4 ഏകദേശം മുഴുവനും വേവ് തന്നെ ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതിനെ എടുത്തിട്ട് മാറ്റാം കേട്ടോ. ഇതാ 10 മിനിറ്റ് ആവണേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല രീതിയിൽ അത് നല്ലോണം ഏകദേശം ഇപ്പം തന്നെ നല്ലോണം ആയിട്ടുണ്ട്, നല്ല വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് നല്ല വേവുള്ള ഇങ്ങനെ തന്നെ വേണമെങ്കിൽ വാർത്തെടുക്കാം. പക്ഷെ നിങ്ങൾക്ക് നല്ല വേവുള്ള അരിയാണ്, ഒട്ടും ഭയങ്കര ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതേപോലെ നമ്മളൊരു കുക്കറിൻ്റെ അടപ്പെടുത്തിട്ട് ജസ്റ്റ് ഒന്ന്, അപ്പോൾ നമ്മൾ സ്റ്റവ് ഓഫ് ചെയ്യണം കേട്ടോ. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം കുക്കറിൻ്റെ അടപ്പ് മുകളിൽ വെച്ചിട്ട് വാഷറും വിസിലും ഒക്കെ ഇട്ടിട്ട് ഇതേപോലെ നല്ല രീതിയിൽ അങ്ങ് അടച്ചു വെക്കുക. നല്ല വേവുള്ള അരിയാണെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താൽ മതി. അതല്ലെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് വാർത്തെടുക്കാം. അപ്പോൾ അതാ ഇങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം കറക്റ്റ് ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ ഒരു വാഷർ മാറ്റി നിങ്ങൾക്ക് അതേപോലെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും. സാധാ അരി വാർക്കുന്ന പോലെ നിങ്ങൾക്ക് വാർത്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് ഇനി വിസിലടിക്കേണ്ട കാര്യമില്ല. അത് ഓഫ് ചെയ്ത് വെക്കുക. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ കുക്കറിൻ്റെ അടപ്പ് എടുത്തിട്ട് അടയ്ക്കുന്നത്. കാരണം ആ ഒരു പ്രഷർ അതിൽ തന്നെ നിൽക്കാനായിട്ടാണ്. നല്ല വേവുള്ള അരിക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. അതിനുശേഷം നമ്മളൊരു 1/2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം, ഇപ്പം നല്ല വേവുണ്ടെങ്കിൽ 1/2 to 1 മണിക്കൂറിൻ്റെ അകത്ത് കേട്ടോ. അപ്പോൾ കുറച്ച് വേവൊക്കെ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് 1/2 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങളൊന്ന് തുറന്നു നോക്കൂ. അപ്പോൾ ഒരു ദിവസം വെക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ആ ഒരു ഐഡിയ മനസ്സിലാവും കേട്ടോ. നല്ല എളുപ്പമാണ്. പിന്നെ നമ്മൾ ഗ്യാസും ചിലവില്ല, അരിയും പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒന്ന് നോക്കണേ. ഞാൻ വാർക്കുന്ന സമയത്ത് കാണിച്ചു തരാം കേട്ടോ. ഇപ്പം ഇതാ 1/2 മണിക്കൂർ ആവണേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊന്ന് നമുക്കൊന്ന് തുറന്നു നോക്കാം. കണ്ടോ, ഇത് നല്ല രീതിയിൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, ഈ കുക്കറിൻ്റെ അടപ്പായതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിൻ്റെ ഈ ഒരു വാഷർ ഇങ്ങനെ നമ്മൾ എടുത്തു വെക്കുക. അതിനുശേഷം നമുക്ക്
ഇത് ഇതേപോലെ അടച്ചു വെക്കാം കേട്ടോ. ഈ ഒരു കുക്കർ ഇതേപോലെ തന്നെ അടച്ചു വെക്കുക. വാട്ടർ എടുത്തതിന് ശേഷം അതിനുശേഷം നമുക്ക് ഒരു പാത്രം വെച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ തിരിച്ചു വെച്ചാൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് അത് വാർത്തെടുക്കാനും സാധിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏത് കൊച്ചു കുട്ടികൾക്ക് പോലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നമ്മൾ പിടിക്കുകയോ ഇരിക്കുകയോ ഒന്നും ആവശ്യമില്ല. ഈ കുക്കറിൻ്റെ വാഷർ എടുക്കേണ്ട മാത്രം ആവശ്യമുള്ളൂ. അപ്പോൾ നമ്മുടെ ചോറൊക്കെ 10 മിനിറ്റിൽ തന്നെ നമ്മുടെ ചോറോ ഒക്കെ വെന്തിട്ടുണ്ട്. നല്ല രീതിയിൽ നമ്മുടെ വാർക്കൽ പോലും കഴിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ചോറൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, കറക്റ്റ് ആ ഒരു വേവ് തന്നെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ടും. അതേപോലെ തന്നെ രാവിലെ ഒരു ടൈമും നമുക്ക് നഷ്ടമാവുന്നില്ല. നമ്മുടെ ഗ്യാസ് നമുക്ക് സേവ് ചെയ്യാനായിട്ട് പറ്റും. ഒരു 10 മിനിറ്റ് പോലും നമ്മൾ ആ ഒരു സമയം പോലും ഇത് വേവിക്കാൻ എടുക്കുന്നില്ല. അപ്പോൾ അത്രയും കുറവ് നമുക്ക് ഗ്യാസ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതേപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ, ചില ഉരുളക്കിഴങ്ങൊക്കെ ഭയങ്കര മധുരമായിരിക്കും അല്ലേ. നമുക്ക് കഴിക്കാൻ നേരത്ത് തന്നെ അത് നമ്മൾ തൊലി കളയുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും അത് കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ ആ ഒരു മധുരമുള്ള ഉരുളക്കിഴങ്ങ് നമുക്ക് കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് കാണില്ല അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് നേരത്തെ ആക്കി വെക്കുക കേട്ടോ. നമ്മളിത് കഷ്ണമാക്കിയിട്ട് വെച്ചിട്ട് കുറച്ച് വെള്ളത്തിലിട്ട് വെക്കുക. ആ വെള്ളം തണുത്ത വെള്ളം കൂടിയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു സ്റ്റാർച്ച് പോവാനും അപ്പോൾ നമുക്ക് ഷുഗർ ഉള്ള ആൾക്കാർക്കും കൂടി നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു രീതിയിൽ. അതല്ല ഇനിയിപ്പോൾ ഷുഗർ ഉള്ളവർ കഴിച്ചിട്ടില്ലെങ്കിലും ബാക്കി മറ്റുള്ളവർക്ക് ഇനിയിപ്പോൾ ഷുഗർ കാര്യങ്ങളൊന്നും വരാതിരിക്കാനും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നമ്മൾ ഇത്തിരി ഹെൽത്ത് കോൺഷ്യസ് ആണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർച്ച് ഒട്ടും വരാതിരിക്കാനായിട്ട് നമ്മളിങ്ങനെ തണുത്ത വെള്ളത്തിൽ ഇട്ട് വെക്കുക. അതിനുശേഷം കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഉരുളക്കിഴങ്ങ് നല്ല രീതിയിൽ നല്ല ടേസ്റ്റും ആയിരിക്കും. അതേപോലെ തന്നെ അതിൻ്റെ ആ ഒരു ഇതൊക്കെ നമ്മൾ കഴിക്കാതെ നമുക്ക് നല്ല രീതിയിൽ ഈ പൊട്ടറ്റോ കഴിക്കാനും പറ്റും കേട്ടോ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നമ്മുടെ കോളിഫ്ലവറൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ ഒരു സമയത്ത് അതിനകത്ത് ഇങ്ങനെ നിറയെ പുഴുവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് മാത്രമല്ല, അത് പോകാൻ വേണ്ടി മാത്രമല്ല, നിറയെ ഇത് ഫ്ലവർ ആയതുകൊണ്ട് തന്നെ ഇതിലോട്ട് ഡയറക്റ്റ് പെസ്റ്റിസൈഡ്സ് അടിച്ചിട്ടായിരിക്കില്ലേ വരുന്നത്. അപ്പോൾ അത് മാറാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഞാൻ കോളിഫ്ലവറും വെള്ളവും കൂടെ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് കൂടെ നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടി കൂടിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ മഞ്ഞപ്പൊടി കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കുറച്ച് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 കാര്യമാണ് ഇതിൽ. വേണമെങ്കിൽ നിങ്ങൾക്ക് പുളിയില്ലേ, പുളിയും കൂടി ഒഴിച്ചിട്ട് ഇട്ട് കൊടുത്താൽ നല്ലതാണ്. അതിനുശേഷം ഇതൊന്ന് നല്ലോണം ഒന്നൊരു തള വരണം, ഒന്ന് തിളയ്ക്കുന്ന വരെ ഒന്ന് വെക്കുക. അതിനുശേഷം ഇതൊന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ പുഴു കാര്യങ്ങളൊക്കെ പൊങ്ങി വരും. അതേപോലെ തന്നെ പെസ്റ്റിസൈഡ്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ഒന്ന് മാറി കിട്ടും. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇപ്പോൾ നമുക്ക് അറിയാമല്ലോ, പുറത്തുനിന്ന് വരുന്ന കാര്യങ്ങൾ നമ്മൾ എത്രയൊക്കെ വാഷ് ചെയ്തെടുത്താലും അത് കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ പെസ്റ്റിസൈഡ്സ് ഒക്കെ പോകാനും പുഴു കാര്യങ്ങൾ വേറെ കാര്യങ്ങളെല്ലാം മാറാനായിട്ടും ഇതേപോലെ ഒന്ന് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി നോക്കൂ. അപ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ഒരു മനസ്സമാധാനമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ടിപ്സും കൂടെ പലരും ചൂടാക്കിയിട്ട് കഴിക്കുന്നുണ്ടായിരിക്കും, പക്ഷേ ഉപ്പോ മഞ്ഞപ്പൊടിയോ പുളിയോ ഒന്നും ഇടുന്നുണ്ടാവില്ല. അപ്പോൾ ഇതും കൂടി ഒന്ന് ഇട്ടിട്ടൊന്ന് നോക്കൂ കേട്ടോ. ഇപ്പൊ ഈ ഒരു കാര്യം നല്ല തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അപ്പൊ ഈ കോളിഫ്ലവറിന്റെ ഇതൊക്കെ ഇതുകൊണ്ട് 2 ഗുണമുണ്ട് കേട്ടോ. ഒന്ന് കോളിഫ്ലവർ വെന്തും കൂടി കിട്ടും, പിന്നെ നമുക്കത് പെട്ടെന്ന് വേവിക്കാനായിട്ടും എളുപ്പമാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. രണ്ടാമത്തെ ഒരു ഗുണം എന്താ പറയുന്നത്, ഇതിന്റെ പെസ്റ്റിസൈഡ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് പോവും, അതിന്റെ ആ പുഴു കാര്യങ്ങളൊക്കെ പോയി കിട്ടും. അപ്പൊ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് എല്ലാവരും ഇങ്ങനത്തെയൊക്കെ ടിപ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നമ്മുടെ സമയവും ഗ്യാസും ഒക്കെ ലാഭിക്കുക. അതേപോലെ തന്നെ നല്ല നല്ല ടിപ്സ് എന്നും നമ്മുടെ ചാനലിൽ പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.